സദ്യ സ്പെഷ്യലായിട്ടുള്ള മസാലക്കറിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു കപ്പ് സോയാ ചങ്ക്സ് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 8 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് ഇവ ഒന്ന് ചെറുതായി അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് അതൊന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുത്ത് അതിൻ്റെ റോ ടേസ്റ്റ് മാറുമ്പോഴത്തേക്കും സോയാ ചങ്ക്സ് നന്നായി കഴുകി പിഴിഞ്ഞെടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് 2 വിസിലൊരു വേവിക്കുന്നുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, വറ്റൽമുളക്, വേപ്പില ഇവ ഇട്ട് ഒന്ന് നന്നായി വറുത്തതിന് ശേഷം അത് കോരി വെച്ചിട്ടുണ്ട്. ഒരു സവാള അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി വഴന്നു വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ഇട്ട് ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറുമ്പോൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഉരുളിയിലേക്ക് സോയാ ചങ്ക്സ് മിക്സിയിൽ അടിച്ചതും 2 കപ്പ് തേങ്ങാപ്പാലും കുറച്ചധികം മല്ലിയിലയും കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും.